പൊതുവെ വ്യവസായത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് പുതിയ കാര്യങ്ങൾ, ഒരുപാട് അഴിച്ചുപണിയലുകളൊക്കെ കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ നടന്നു. അത് വാസ്തവമാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ കുറിച്ചൊരു വലിയ തർക്കം, വലിയ വാദങ്ങളും ഒക്കെ നിങ്ങൾ തമ്മിൽ നടന്നെങ്കിലും അടുത്തിടയ്ക്ക് നീതി ആയോഗിൻ്റെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ഇൻഡെക്സ് 17 ലേറ്റസ്റ്റ് വന്നത്, ഈ ജൂലൈയിൽ റിലീസായത്. അപ്പോൾ അതിൽ നമ്മൾ 17ാം സ്ഥാനത്താണ് അല്ലേ ഓവറോളായിട്ട് നോക്കുമ്പം. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ അങ്ങേ അറ്റത്ത് നിന്നു എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനം ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഇൻഡെക്സിങ്ങിലേക്ക് വരുമ്പോൾ 17ാം സ്ഥാനത്തേക്കായി പോകാനുള്ള കാരണം എന്താണ്? അതിലിപ്പോൾ ഒന്നുകൂടി നോക്കേണ്ട സൂക്ഷ്മമായിട്ട് ആ റിപ്പോർട്ട് നോക്കിയിട്ടില്ല. നമ്മൾ യഥാർത്ഥത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വ്യവസായ സൗഹൃദം ചിലർ പറഞ്ഞതിപ്പോൾ ഇങ്ങനെ വെച്ചാൽ തുടക്കത്തിൽ തന്നെ BRAP ആണ്, ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ. സൈറ്റ് എപ്പോഴും EODB ആണ്, ലോകബാങ്കിൻ്റെ സൈറ്റായിരുന്നു EODB. നേരത്തെ തുടക്കം മുതൽ തന്നെ ഇത് ഒരേ സ്കീം തന്നെയാണ്. ഇടയ്ക്ക് അവരുടെ ക്രൈറ്റീരിയ മാറും. നേരത്തെ 100% സബ്ജക്റ്റീവ് ഫാക്ടറായിരുന്നു. 100% സാമ്പിളുകൾ വിളിച്ചു ചോദിക്കും. ആ മാർക്കിലാണ്. കാരണം ഞാൻ നോക്കുമ്പോൾ ഞാൻ വരുമ്പോൾ 28ാം സ്ഥാനത്താണ്. 28 ആകേണ്ടതല്ല കേരളം. ലക്ഷദ്വീപ് 16-17 ഉണ്ട്. ലക്ഷദ്വീപിൽ അന്ന് ഒറ്റ ഇൻഡസ്ട്രി ഇല്ല. അപ്പോൾ നോക്കിയപ്പോൾ 100% ഫീഡ്ബാക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റി മാർക്കിട്ടാലേ നമ്മളാവുള്ളൂ. ഇപ്പോൾ ലേറ്റസ്റ്റ് മാറി 50-50 ആയിരുന്നു. ഇതിലല്ല, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ തന്നെ ഞങ്ങൾ 2 വർഷം കൊണ്ട് മാറ്റം വരുത്തി. കേന്ദ്രത്തിൻ്റെ റാങ്കിങ്ങിൽ തന്നെ കേരളം ഒന്നാമതായി. നമുക്കത് നിലനിർത്താനും കഴിഞ്ഞു. ഇപ്പോഴത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പുതിയതാണ്. ഞാൻ അതിൽ കുറച്ച് വർക്ക് ചെയ്തതാണ്. നീതി ആയോഗിൽ ഞങ്ങൾ മീറ്റിംഗ് ഉണ്ടായിരുന്നു. പുതിയ ക്രൈറ്റീരിയകളാണ്. അപ്പോൾ അതിലെവിടെയാണ് പുറകിൽ പോയി നോക്കേണ്ടി വരും. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ തന്നെ നമ്മൾ മുൻപിൽ വന്ന ഒരു ഘടകങ്ങൾ, പല ഘടകങ്ങളുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വന്ന ഇന്ത്യയിലെ ഒരു ഘടകം അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ ആണ്. നിങ്ങളിപ്പോൾ എത്ര ശരിയാണ്, ഇൻഫ്രാസ്ട്രക്ചറിൽ ആ പില്ലറിൽ 3ാം സ്ഥാനത്താണ്. എന്നിട്ട് അത്ര നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റി ഈ കാലം കൊണ്ട്. എന്നാൽ നമുക്ക് കുറേ കൂടി മാറ്റം വരും. ഞാൻ റിപ്പോർട്ട് നോക്കിയിട്ടില്ല. അപ്പോൾ എവിടെയാണ് നമ്മൾ ഞങ്ങൾ ഒരു മീറ്റിങ്ങുകൾ തുടർച്ചയായിട്ടുണ്ടായിരുന്നു ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. നീതി ആയോഗിൻ്റെ പുതിയ ക്രൈറ്റീരിയ ആയിട്ടാണ് വന്നത്. അത് നമുക്ക് കാണേണ്ടത് ഇപ്പോൾ നമ്മൾ ഇനിയും പുറകിൽ പോകും. കാരണം ഈ പവർ സപ്ലൈയുടെ പ്രശ്നം, അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈയിലാണ് കേരളത്തിന് ഒരു ഗുണം കിട്ടിയ ഒരു പോയിൻറ്റ്. ഇപ്പം നിങ്ങൾക്ക് എപ്പോൾ കറണ്ട് പോകും, ഇപ്പം മന്ത്രി പറഞ്ഞ പോലെയല്ല കറണ്ട് വന്നിട്ട് ഓപ്പറേഷൻ നടത്തിക്കൊണ്ടെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ സർജറി ചെയ്യുമ്പോൾ ഒരു കറണ്ട് പോയാൽ എന്ത് ചെയ്യും? രോഗി പോയില്ലേ? വളരെ ആംബുലൻസ് അതിവേഗതയിൽ ട്രാഫിക്കെല്ലാം ക്ലിയർ ചെയ്തിട്ട് നേരെ തിയേറ്ററിലേക്ക് ആളെ സ്ട്രെച്ചറിൽ കൊണ്ടുപോകുമ്പോൾ വെയിറ്റ്, പവർ കട്ട് കഴിയട്ടെ എന്ന് മന്ത്രി പറഞ്ഞ പോലെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ?